ഇതിലും തോൽക്കില്ല. ഓ ഇതുപോലെ ഒരു തോർ എഫക്റ്റ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കൽക്കി 2898 AD മൂവിയിലെ മലയാളം ട്രെയിലറാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി റിയാക്ടഡ് ടു തെലുഗു ട്രെയിലർ. ആ ടൈമില് അത് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്, അതും ഹിന്ദി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞിട്ട് ഒന്ന് മലയാളം ഇറക്കിയിട്ടുണ്ടായിരുന്നു, കാരണം ആ ടൈം ആയിരുന്നില്ല. ആൻഡ് സർപ്രൈസിംഗ് പാർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനകത്ത് തെലുങ്കു സബ് ടൈറ്റിൽ തന്നെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മൾ കാണുന്ന സമയത്ത് വി ഫെൽറ്റ് ഇറ്റ് ഓക്കെ ഇറ്റ്സ് ഗോയിങ് ടു ബി ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ. പക്ഷെ കണ്ടു കഴിഞ്ഞ് പകുതി ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അതല്ലാന്ന്. പക്ഷെ എന്തായാലും കണ്ട സ്ഥിതിക്ക് നമ്മളത് ക്ലോസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് അധികം വലിയ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതിനകത്ത്. അതായത് മനസ്സിലായ കാര്യങ്ങൾ, ആ ഒരു വിഷ്വൽ ക്വാളിറ്റി, പിന്നെ അതുപോലെ ടെക്നിക്കൽ ആയിട്ടുള്ളതും ഒന്ന് രണ്ട് സാധനങ്ങൾ, ഡയലോഗ്സ് ഒക്കെ നമുക്ക് കുറച്ച് തെലുങ്ക് മൂവീസ് റിയാക്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് സംഭവങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നാൽ ആ മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. ആൻഡ് ഓൾസോ അതിനുശേഷം ന്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതില് ദുൽഖർ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ആൾക്കാർ. പക്ഷെ ഡിക്യുവിന് എന്താ പറയാ ഇതുവരെ ഒന്നും കാണിച്ചിട്ടില്ല. ഇനി ശരിക്കും ഉള്ളതാണോ അല്ലെങ്കിൽ ആൾക്കാർ ഉണ്ടാക്കിക്കുന്നതാണോ അറിയില്ല. നമ്മൾ ഇതിന് മുന്നേയും കുറെ മൂവിയിൽ പലരും ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഇനി സ്റ്റാർ കാസ്റ്റ് എടുത്ത് നോക്കണം ഡിക്യു ഉണ്ടോ എന്നുള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ കമന്റ്സിൽ കണ്ടായിരുന്നു ശോഭന മാമും ഉണ്ട്, അന്നാബെന്നുണ്ടെന്നൊക്കെ. നമ്മളവരൊന്നും കണ്ടില്ല. ഇനി നമ്മള് കണ്ട പ്രിന്റിൽ അവരില്ലേ. അത് മാത്രമല്ല, നമ്മൾ സർപ്രൈസ് മൊമെന്റിൽ ഫസ്റ്റ് വേഗം കാണുമ്പോ അങ്ങനെ അങ്ങ് കണ്ട് വേഗം ബേസിക്കലി പറയാൻ ഈ മൂവിനകത്ത് കുറച്ചൊരു AD കാലഘട്ടമാണ് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോഴുള്ള ടെക്നോളജി ഒന്നും അല്ല അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയോ വരാൻ പോകുന്ന ഒരു സംഭവം. അതായത് അദ്ദേഹത്തിന്റെ പ്യോർ ഒരു വിഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്ത് കാണിച്ചാലും നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇറ്റ്സ് AD ആൻഡ് ഇറ്റ്സ് നാഗശ്വിന്റെ കംപ്ലീറ്റ് പിക്ചറൈസേഷൻ ആണ്. നമുക്ക് എന്തായാലും നേരെ മലയാളം ട്രെയിലർ കണ്ടു നോക്കാം. പക്ഷെ ഒരു ഹോളിവുഡ് ടച്ച് ഉണ്ടായിരുന്നു അതെടുത്ത് പറയാതിരിക്കാം. ഇറ്റ്സ് പെർഫെക്റ്റ് ട്രെയിലർ. അതൊരു ഭയങ്കര ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു സംഭവത്തിന്. അപ്പൊ അതുകൊണ്ട് ദോ വി ഡിഡ്ന്റ് ഗെറ്റ് ദ ലാംഗ്വേജ് എന്താ മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും വി അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി സംതിങ്. ആ ഒരു നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഗൂസ്ബംസ് അല്ല, എക്സൈറ്റ്മെന്റ് അല്ല, അതായത് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ആ ട്രെയിലർ കണ്ടപ്പോ കിട്ടിയായിരുന്നു. ഞാൻ അതാ പറയാൻ ഉദ്ദേശിച്ചത്. നേരെ കണ്ടുപോകാം, ട്രെയിലർ കാണാം. റെഡി അല്ലേ? ഓക്കെ. ദീപിക പടോളിനെ കണ്ടപോലെ ഓർക്കുന്നില്ല, പക്ഷെ കണ്ടിരുന്നു എവിടേക്കും. ദീപിക പടോളുണ്ട് അത്യാവശ്യം. ദിശ പട്ടാനിയാണ് അധികം കാണാത്തത്. എല്ലാരും ഒരേപോലെ ഉണ്ട് ഇതിനകത്ത് അല്ലേ? അന്ന് നമ്മള് വിചാരിച്ചല്ലേ കുറച്ച് സൗണ്ട് ഇല്ലാത്ത. അതാണ് പ്രശ്നമായി പോയി. സബ് ടൈറ്റില് നമ്മളെ സബ് ടൈറ്റില് കാണിക്കുന്നു. പോയി ആരാ ആദ്യത്തെ നഗരം ലാസ്റ്റ് സിറ്റിയോ? ഭൂമിയെ മൊത്തം ഊറ്റിയെടുക്കുന്നത് കൊണ്ട് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. കോംപ്ലക്സ് മാത്രമാണ്, ദൈവവും ഒരാളാണ്, സുപ്രീം യാസ്കിൻ. ഓ ലാസ്റ്റ് സിറ്റി എന്നുള്ള രീതിയിലാണ്. എത്ര പേരെ രക്ഷിക്കാൻ പറ്റുമെന്നറിയോ? ഞാൻ രക്ഷകനാകേണ്ടത് ഒരാൾക്ക് മാത്രം. 6000 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോ ആ പവർ തിരിച്ചു വന്നെന്ന് പറഞ്ഞാൽ വെളിച്ചം വരാനുള്ള സമയമാണ്. അമ്മയുടെ ഉദരത്തിലുള്ളത് ഒരു സാധാരണ കുഞ്ഞല്ല, അവതാരമാണ്. ഞാൻ രക്ഷിക്കും. സുപ്രീമിന് അപകടമാണ്. ഫൈറ്റ് ചെയ്യാന്ന് വൈകിയ സ്വപ്നം. നമ്മള് കോംപ്ലക്സിലായിരുന്നു. 1 മില്യൺ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടോ നിന്റെ കയ്യിൽ? ഒന്നുമില്ലേ. എന്നെ പോലെ എത്ര പേർക്ക് നിങ്ങൾ വീണോന്നറിയും. എത്ര യൂണിറ്റ്സ്? യൂണിറ്റ്സ് ആണോ പറയുന്നത്? ലോകത്തിൽ എല്ലാത്തിനും ഒരു സൈഡേ ഉള്ളൂ, നിന്റെ സൈഡ്. എനിക്ക് അവളെ കിട്ടിയാ മതിയാവും. എനിക്ക് മാത്രമേ അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. അത്രയ്ക്ക് ചെക്ക് ചെയ്യും. ഇതുവരെ ഒരു ഫൈറ്റും തോറ്റിട്ടില്ല.
സമയായി. ഇതിലും തോൽക്കില്ല. ഓ ഇതുവരെ ഒരു തോർ എഫക്ട് ഉണ്ടായിരുന്നു അവിടെ ആ കാണിച്ചത്. മാർവലിന്റെ മൂവീസിൽ കാണിക്കുന്ന കുറെ സംഭവങ്ങളാ, പക്ഷെ അത് ഫ്രഷ് ആയിട്ട് ഫ്രഷ് ഫീൽ തോന്നുന്നുണ്ട്. കണ്ട് അത് റിവീൽ ചെയ്തിട്ടില്ലേ ഇവരൊക്കെ ഉണ്ടാവുന്നു. ഐ ഫീൽ ഇതുവരെ ജന്മം എടുത്തിട്ടില്ലാത്ത ഈ കുഞ്ഞിന് വേണ്ടി ഇനി എത്ര പേര് മരിക്കണമെന്നാ? ഭയപ്പെടരുത്, മറ്റൊരു പ്രപഞ്ചം വരുന്നുണ്ട്. മറ്റൊരു പ്രപഞ്ചം വരുന്നുണ്ട് അല്ലേ? അങ്ങനെ പൊങ്ങുന്ന ആരും ഉണ്ടായിരുന്നല്ലോ മാർവലില്. റോഡ്സാ അങ്ങനെ പൊങ്ങുന്ന മറ്റേ അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത്. പക്ഷെ എന്നാലും ഒരു കോപ്പി പോലെ അല്ലെങ്കിൽ നമുക്കൊരു ഇറിറ്റേഷൻ പോലെ തോന്നില്ല. കാരണം ചില മൂവീസിൽ ഇപ്പൊ മാർവൽസിൽ നിന്നൊക്കെ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ എടുത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും. പക്ഷെ ഇതിനകത്ത് അങ്ങനെ തോന്നില്ല. നമ്മുടെ വേറൊരു അതായത് ഒരു ഡിഫറെന്റ് സംഭവം, അതായത് നമ്മളുടെ ആ ഒരു പഴകിയ കുറെ സ്റ്റോറീസും പൊങ്ങി വരാൻ പോകുന്ന ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവം കൂടി ഒരു ഇൻകൾക്കേറ്റ് ചെയ്ത ഒരു ഫീലാണ് ശരിക്കും അത് കാണുമ്പോൾ ഉണ്ടാകുന്നത്. ആൻഡ് പേഴ്സണലി നാഗ് അശ്വിൻ എന്ന് പറയുന്ന ഡയറക്ടറിന്റെ മൂവീസ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതുവരെയായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മൂവിയാണ് മഹാനടി എന്ന് പറയുന്ന മൂവിയും. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഗ്രേറ്റ് മൂവി. കാരണം അതിലും കുറെ അധികം ആക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ സ്റ്റാർ കാസ്റ്റ് നോക്കി കണ്ടപ്പോൾ മനസ്സിലായി. സോ ഐ ഫീൽ വി ഷുഡ് വാച്ച് വൺ ഓഫ് ഹിസ് മൂവി. എത്ര മൂവി ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷെ വി ഹാവ് ടു വാച്ച്. ഐ ഫീൽ ബിഫോർ വാച്ചിങ് മൂവീസ് ഇല്ല കുറച്ച് മൂവീസ്, പക്ഷെ എല്ലാ മൂവിയും ഭയങ്കര ടെക്നിക്കലി അങ്ങനെ ഒരു ആൾക്ക് ആ ഒരു പേരുണ്ട്, നല്ല ഡയറക്ടർ എന്നുള്ള. ഇപ്പം ഇത്ര മൂവി ചെയ്തില്ലെങ്കിലും വലിയൊരു ഡയറക്ടറിന്റെ പേരാണുള്ളത്. അത് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഒരു ക്വാളിറ്റി ഉള്ളത്. ഭയങ്കര ക്വാളിറ്റി. നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ദിസ് ട്രെയിലർ ഇസ് നോട്ട് എ യൂഷ്വൽ ട്രെയിലർ. ഇതിൽ എന്തൊക്കെയോ ഒരു ഡിഫറെന്റ് ഒരു ക്രിയേറ്റിവിറ്റി, ഒരു കഴിവ് സംഭവങ്ങളുടെ ഒരു ഭയങ്കര ഒരു പ്രതിഫലനം ഉണ്ട്. അതുപോലെ തന്നെ ഈ ട്രെയിലറിന്റെ അകത്ത് ഒരിക്കലും കംപ്ലീറ്റ്ലി ഒരു പ്രഭാസ് ഷോ ഇല്ല. കാരണം അതിന്റെ അകത്ത് അമിതാഭ് ബച്ചൻ സാറിന് നല്ല സ്പേസ് കൊടുക്കാൻ നോക്കുന്നുണ്ട്, പിന്നെ ദീപികക്കും നല്ലൊരു ആ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. ആകെ എനിക്കൊന്നും ദിശക്ക് മാത്രമേ കുറച്ച് കുറവുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവര് മൂന്നുപേരും നല്ല ലീഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് അല്ലെ. അവര് മൂന്നുപേരെയാണ് ഭയങ്കരമായിട്ട് ആ ഒരു ഫോക്കസ്. കമൽ സാർ അവസാനം അത് പിന്നെ അതെന്ന് പറയില്ല, ലാസ്റ്റ് എന്തായാലും നല്ല സ്റ്റൈലായിട്ട് വന്നു എന്ന് പറയുന്നില്ല, അതുപോലെ ഉണ്ടായിരുന്നു. വില്ലൻ ആവാൻ സാധ്യതയുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു അമിതാഭ് ബച്ചൻ സർ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദ റീസൺ ഇസ് ലൈക് വി ആർ നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. ഇറ്റ് ഇസ് അമിതാഭ് ബച്ചൻ സർ. അതാണ് സംഭവം. കാരണം ആ ഒരു സംഭവത്തിൽ വന്ന് നിൽക്കുന്ന സമയത്ത് യൂഷ്വലി മൂവിയിൽ നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന് വലിയ ചേഞ്ചസ് ഉണ്ടാവില്ല. അദ്ദേഹം എല്ലാ മൂവിയിലും ഒരേപോലെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതില് ഈസ് ഡിഫറെന്റ്. നമ്മള് ബ്രഹ്മാസ്ത്രം ഒഴിച്ചിട്ടാ അതിനകത്ത് വേറെ സംഭവമാണ്. ഞാൻ കണ്ടേക്കുന്ന മൂവിയാ പറയുന്നത് മെയിൻ ആയിട്ട്. പക്ഷെ ഇതിലെന്ന് പറയുന്ന അദ്ദേഹത്തിന് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. ആൻഡ് ആ ഒരു ക്യാരക്ടറിൽ അദ്ദേഹം ഫ്രം ദ ടൈം ഐ സ്റ്റാർട്ടഡ് വാച്ചിങ് ഹിസ് മൂവീസ് അപ്പോഴും ഇപ്പോഴൊക്കെ അദ്ദേഹം ഒരേപോലെ എടുത്തു പറയേണ്ടെന്ന് അറിയാം. ഇങ്ങനത്തെ ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് അത് വലിയ സംഭവം തന്നെ കേട്ടോ. കാരണം അദ്ദേഹം ഇതിന്റെ അകത്ത് വരുന്ന സമയത്താണ് അതിന്റെ ഒരു കുറച്ചും കൂടി റിച്ച്നെസ് കൂടുന്നുണ്ടല്ലേ. കാരണം അദ്ദേഹം ആ ഒരു ലെജൻഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം വരുന്ന സമയത്ത് ആ ഒരു സംഭവം കിട്ടുന്നുണ്ട്, ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. ഒരു രക്ഷയില്ല. ആൻഡ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ആ മൂവിയിലും കൂടെ നമ്മൾക്ക് ആ ഒരു ഇത് കിട്ടിയാല്, ആ ഒരു ഈ ട്രെയിലറിൽ കണ്ടിരിക്കുന്ന സാധനം മൂവിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ it's going to be the huge collection നേടുന്ന അല്ലെങ്കിൽ എന്താ പറയാ എന്താ പറയാ ബ്രഹ്മാണ്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു സംഭവം സാധ്യതയും കൂടി ഉള്ളതാണ്. കാരണം എല്ലാ ലാംഗ്വേജിലും ഇവൻ എന്തോ മലയാളത്തിലാണെങ്കിലും നമ്മൾ ട്രെയിലർ കാണുന്ന സമയത്ത് അതിനകത്തൊരു മറ്റേ സംഭവം ഇല്ല. ആ ഒരു കുറച്ച് ഫീൽ കിട്ടുന്നുണ്ട് അല്ലെ. ആ ഒരു മറ്റേ ചില സമയത്ത് നമ്മളല്ലേ മാച്ചിങ്, നമ്മൾ ഓൾറെഡി തെലുങ്ക് കണ്ടിട്ട് ഇത് കാണുന്ന സമയത്തും ആ ഒരു മാച്ചിങ് ഫീൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണാത്ത ശോഭന മാമിനും അതുപോലെ അന്നബെന്നി കണ്ട പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെറിയ ഷോർട്ടായിരുന്നു, പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ. പക്ഷെ ഏകദേശം ആ ഒരു യൂണിവേഴ്സ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് എല്ലാ സംഭവം നടക്കുന്നത്. അപ്പൊ അവിടെയാണ് ഇതൊക്കെ എല്ലാവരും ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. അവരുടെ യൂണിവേഴ്സ് ആണെന്ന് തോന്നുന്നത്. ഒരു കാശി അങ്ങനെ എന്താ പറയുന്നത്, ലാസ്റ്റ് സിറ്റി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ആദ്യം എന്ന് പറഞ്ഞു, പിന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അറിയില്ല എന്താന്നുള്ളത്. നമുക്ക് എന്തായാലും ഭൈരവാൻ ഭുജി എന്ന് പറയുന്ന സീരീസും ആമസോൺ പ്രൈമിൽ അല്ലെ, ആമസോൺ പ്രൈമിൽ ഉണ്ട്. അപ്പൊ അത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയില്ല. അതിനകത്ത് എനിക്ക് തോന്നുന്നത് വി ഓൾ ഷുഡ് വാച്ച് ദാറ്റ്. എന്തെങ്കിലും ഹിന്റ് തരുന്നുണ്ടോ എന്നുള്ള സംഭവം നമുക്കത് റിയാക്ഷൻ ചെയ്യാൻ പറ്റില്ല തോന്നുന്നു. കാരണം വെച്ചാൽ അതിപ്പോ വന്നേ ഉള്ളൂ, പണി കിട്ടാത്തതുകൊണ്ടിട്ടാണ് നമ്മള് ചെയ്യുന്നത്.
ചെയ്യാത്തത്. അപ്പൊ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാണ് എങ്ങനെയാണെന്നുള്ളത്. സോ പ്രോബ്ലി ലൈക്ക് വി വിൽ വാച്ച് ദാറ്റ്. അതായിരിക്കും നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാഎന്തായിരുന്നു അതിനകത്തുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നറേഷൻ പോലെയാന്ന് തോന്നുന്നല്ലേ. എനിക്ക് തോന്നുന്നു അതിന്റെ ട്രെയിലർ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതിന്റെ ചെറിയ പോർഷൻസ് എന്തൊരു ഫണ്ണി പാർട്ട് എന്തോ ആണെന്ന് ഉണ്ടോ? അറിയില്ല, എന്താ സംഭവം അറിയില്ല, നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. അപ്പൊ എന്തായാലും ഇത് കിട്ടില്ല, ഒരു രക്ഷയില്ല. കട്ട വെയിറ്റിംഗ് അത്രേ ഉള്ളൂ പറയാനായിട്ട്. നമ്മൾ പറയില്ലേ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ കുറേയധികം മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന, അല്ലെങ്കിൽ പേര് കുറിക്കപ്പെടാൻ പോകുന്ന ഒരു മൂവി ആകാൻ സാധ്യതയുള്ള മൂവിയാണ് കൽക്കി 2898 AD എന്ന് പറയുന്ന മൂവി. എന്തായാലും വെയിറ്റിംഗ് ഫോർ ഇറ്റ്. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം.